എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു കുറച്ച് കൊഞ്ചം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചം വെച്ചൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? തലശ്ശേരി ബിരിയാണി, നമ്മളെ നാടൻ ബിരിയാണി, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കാത്ത പോലെല്ലാം എന്തായാലും ഇത് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഇത് വിടൂല. അതുകൊണ്ടാണല്ലേ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നല്ലേ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു 3 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്, ജീരകശാല അരി. ഇതൊന്ന് നല്ലോണം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം. 3 കപ്പ് എന്ന് പറയുമ്പോൾ 3/4 കിലോ ആണേ. അപ്പോൾ അത് കഴുകിയെടുത്തിട്ട് കുതിരാൻ വെക്കാം. അരമണിക്കൂർ അത് കുതിരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അതാണ് നിൽക്കട്ടെ. ഇതേപോലെ തന്നെ വേറൊരു പാത്രത്തിൽ 2 കപ്പ് കൊഞ്ചം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1 ടീസ്പൂൺ ഹീപ്ഡ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പേസ്റ്റാണ്. എൻ്റെ അടുത്ത് പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട്, ഇത് നിങ്ങളടുത്ത് ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാശ്മീരി ചില്ലി എടുത്താൽ കുറച്ച് കളർഫുള്ളായിട്ടുണ്ടാവും. കണ്ടില്ലേ, അധികം എരിവില്ലാണ്ട് നല്ല കളർഫുള്ളായിട്ട് അത് ഒരു അരമണിക്കൂറായിരുന്നു കുതിരട്ടെ. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു വലിയ വെളുത്തുള്ളി അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ചതച്ചിട്ടാണ് വെക്കാം. ഇനി 7 വലിയുള്ളി. ഇപ്പം ഞാൻ 2 എണ്ണം ഞാൻ നല്ലോണം വറുക്കാൻ, നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കൂലേ, അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 2 വേണ്ട കേട്ടോ. ഞാൻ 2 എടുക്കുന്നത് എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. 1 മതി. ഈ 3/4 കിലോ അരിക്ക് ഒറ്റൊരു വലിയുള്ളി നല്ലോണം മെലിഞ്ഞ് അരിഞ്ഞെടുക്കണേ. കണ്ട, ഈ ഒരു കട്ടിയേ പാടുള്ളൂ. ഇതാകുമ്പോൾ പെട്ടെന്ന് നല്ലോണം മൊരിഞ്ഞ് കിട്ടുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇനി നമ്മളെ കൊഞ്ചനൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ പാത്രത്തിൽ ഇനിയിപ്പോൾ ഈ കൊഞ്ചൻ നല്ലോണം ഇങ്ങനെ ചിക്കി പരത്തി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ. ഇനി ഇതൊരു 2 മിനിറ്റ് മൂടി വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി നല്ലോണം വെന്തോളും. അത്രയും വേവുണ്ട്. അത് 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മൂടിയെടുത്തിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഒരു പാത്രം, വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേർങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ആ ഉള്ളി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. കണ്ടില്ല, 1/2 കപ്പ് വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ലോണം മൊരിഞ്ഞ് കിട്ടുക. ഇനി നമ്മൾ കൊഞ്ചൻ്റെ മൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, അപ്പോൾ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വെന്തോട്ടെ കേട്ടോ, പിന്നെ മൂടി വെക്കണ്ട, അത് അങ്ങനെ മൊരിഞ്ഞ് വന്നോളും. അതാണ് നിൽക്കട്ടെ. കണ്ടോ, ഇനി നമ്മൾ അരി എടുക്കാം. കണ്ടില്ലേ, അരി വെള്ളം ഊറ്റി വെക്കാം. അരമണിക്കൂറായിട്ടുണ്ട്, വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ, ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ക്രിസ്പി ആയിട്ട് വരണം. ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റി മാറ്റി വെക്കാം. ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് പൊരിച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു കൈപ്പിടി മുന്തിരിയും കൂടി ചേർത്തിട്ട് അതും നല്ലോണം മൊരിഞ്ഞതിന് ശേഷം കോരി മാറ്റാം. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളെ കണ്ടോ, കൊഞ്ചൻ്റെ വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട്. ഒന്നും കൂടി വറ്റിയാൽ നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഈ ചൂടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഒരു 3 കഷ്ണം പട്ടയും 2 ബേ ലീഫും ഒരു 5 ഗ്രാമ്പു 5 ഏലക്കായ് എല്ലാം ഒന്ന് മൊരിഞ്ഞ് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണം പോയതിന് ശേഷം നമ്മൾ ഒരു 5 വലിയുള്ളി വേറെ തന്നെ എടുത്ത് വെച്ചിട്ടില്ലേ, അത് മുറിച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ. പെട്ടെന്ന് അതൊരു വെള്ള നിറായി വരും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഹീപ്ഡ് ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഹീപ്ഡ് ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ കണ്ടില്ല, ഒരു 2 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം
പോലെയായി വരും. അതാണ് ഈ ഉള്ളീൻ്റെ ഒരു സ്വഭാവം. നല്ലോണം ഇളക്കി കൊടുക്കുക, മൂടി വെക്കുക, ഇളക്കി കൊടുക്കുക, മൂടി വെക്കുക. അതൊരു ഭാഗത്തിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്ത് അരി വെക്കാം. അതിന് ചോറ് വെക്കാനുള്ള പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 1/4 കപ്പ് വെളിച്ചെണ്ണയും ഒരു 2 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂണാണ് നെയ്യ് ഇപ്പം ചേർക്കണ്ടോ, ചേർത്ത് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 കഷ്ണം പട്ട ഇട്ടതിന് ശേഷം ഒരു 1/4 ഭാഗം സ്റ്റാർ അനൈസാണ്, പിന്നെ ഒരു 10 ഗ്രാമ്പു, 6 ഏലക്കായ്, 3 ബേ ലീഫ്. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടില്ല അരി ഇട്ടിട്ട് ഒന്ന് അതിൽ ബാക്കിയുള്ള വെള്ളവും കൂടി വറ്റുന്നവരെ ഒന്നും വറുത്തിട്ടെടുക്കാം. അധികം വറുത്ത് പോണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം തന്നെ മറന്നുപോയി, ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതായത് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ തന്നെ ഞാനിപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഹീപ്ഡ് ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് പിന്നെ ഒരു 2 തണ്ട് മല്ലിയും പുതിനയും രണ്ടും കൂടിയുണ്ട്. അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും ചോറിന്. എന്നിട്ട് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് അതൊന്ന് വേട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ മസാല കണ്ടില്ലേ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ മൂടി വെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതവിടെ ഇരിക്കട്ടെ. കണ്ടോ റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. 4 തക്കാളി ചേർത്തിട്ട് അത് നല്ലോണം മൂടി വെച്ചാൽ പെട്ടെന്ന് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വേഗം വെന്ത് കിട്ടും. അപ്പം നമ്മൾ അരിയൊന്ന് നോക്കാം. അത് കണ്ടില്ലേ തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 60% വെന്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കി പിന്നെ അതേപോലെ തന്നെ അമർത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ. ഇനി നമ്മൾ മസാല എന്തായി നോക്കാം. കണ്ടില്ലേ മസാല നല്ലോണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഇനി മൂടി വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അരി ഏകദേശം 80% മേലെ ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. 80-85% ആകുമ്പോൾ അത് അവിടെ നിൽക്കട്ടെ. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളെ മസാല എന്തായി നോക്കാം. കണ്ടോ ഏകദേശം നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ച കൊഞ്ചനങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ കൊഞ്ചനം ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഉലുവപ്പൊടി ഈ ഫിഷ് ബിരിയാണിയോ ചെമ്മീൻ ബിരിയാണിയോ ഉണ്ടാക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്താൽ ഒരു പ്രത്യേക ലെവലായിരിക്കും അതിൻ്റെ ഒരു വാസന. ഈ സമയത്ത് നമ്മൾ 1 കപ്പ് മല്ലിയും പുതിനയും രണ്ടും കൂടി 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ സമയത്ത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ മണം നന്നായിട്ടുണ്ടാവുക. മല്ലി പുതിനേൻ്റെ കണ്ടില്ലേ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് വറുത്ത ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അതെങ്ങനെയോ വിട്ടുപോയി. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇനി ഒരു 10% വേവും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ആദ്യം കണ്ടില്ലേ കുറച്ച് ഉള്ളി പിന്നെയും ഞാൻ പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയിൽ. കണ്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട്, കറിവേപ്പില ആദ്യം ഇടും വിട്ടുപോയി, നന്നായിട്ടുണ്ടാവും. ഇനി നമുക്ക് ദമ്മിടേണ്ട പാത്രത്തിൽ ആദ്യം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കൊഞ്ചം മസാല ചിക്കി പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുക്കുക. പകുതി ചോറാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാരറ്റ്, മല്ലി, പുതിന ഇതെല്ലാം കുറേശ്ശെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ 2 ടീസ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പില്ല അതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറും കൂടി നിരത്തി വെച്ചിട്ട് ഇതേ ക്രമത്തിൽ തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ക്യാരറ്റും
ഗരം മസാലയും എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കണ്ട, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ദമ്മിടാം. സ്റ്റൗ കത്തിച്ച് ദോശക്കല്ല് ചൂടാകുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലൊരു വെയിറ്റും വെച്ചിട്ട് അട വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ. കണ്ടില്ലേ, നല്ല 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കന്നെ ഞാൻ എടുത്തിന്, അതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങൾ അടുത്ത് തന്നെ നിന്നിട്ട് ശ്രദ്ധിക്കണേ. കണ്ടില്ലേ, നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.